കൽപ്പറ്റയിൽ ഗ്രാമീൺ ബാങ്ക് അധികൃതരും സമരക്കാരുമായുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നു. 3 പേരിൽ നിന്ന് പിടിച്ചെടുത്ത EMI ഗ്രാമീൺ ബാങ്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. റെയ്ഹാനത്ത്, റീന, മിനിമോൾ എന്നിവരുടെ പണമാണ് തിരികെ നൽകിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോഴും ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ചർച്ചയിൽ തീരുമാനമാകാതെ കിടക്കുന്ന വിഷയം? ഗോപി, നിലവിൽ ഇതിനകത്ത് ഒരു ചർച്ച പൂർണ്ണമായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. 3 പേരുടെ അടവ് തുകയെടുത്ത തുക തിരിച്ചു നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പണം 3 പേർക്ക് പണം തിരികെ നൽകിയിട്ടുണ്ട് ഗ്രാമീൺ ബാങ്ക്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? റെയ്ഹാനത്ത് നേരത്തെ നമ്മളോട് സംസാരിച്ചു. മിനിമോൾ, റീന എന്നിവർക്കുമാണ് പണം തിരികെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ റീന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റീന, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പണം എത്ര രൂപയാണ് റീന പിടിച്ചത് ബാങ്ക്? എന്റെ 10,000 രൂപ കേരളയിൽ 2,000 രൂപയാണ് പിടിച്ചത്. 10,000 രൂപ സർക്കാർ തന്ന അടിയന്തര ധനസഹായം അല്ലേ? അതെ. എത്ര രൂപ പിടിച്ചു? 2,000 രൂപ പിടിച്ചു. എന്നാണ് ബാങ്ക് പണം എടുത്തത്? 2,000 രൂപ മിനിയാന്ന് കയറിയതും അവരന്ന് വൈകുന്നേരം പിടിച്ചു. അപ്പൊ ഞാൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായി. കൽപ്പറ്റ ബ്രാഞ്ചിൽ പോയി. ഞാൻ ചൂരന്മല ബ്രാഞ്ചിൽ നിന്നാണ് കാശ് എടുത്തിട്ടുണ്ടായത്. ലോൺ എടുത്തതായിരുന്നു, കാർഷിക ലോണ്. ഞാൻ പൈസ അടച്ചുകൊണ്ടേ നിൽക്കണം. അപ്പൊ ഈ മാസം അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ നമുക്ക്. അപ്പൊ ഈ കാശ് കയറിയതും അവരതിന് 2,000 രൂപ പിടിച്ചു. അന്നേരം ഞാൻ കൽപ്പറ്റ ബ്രാഞ്ചിലേക്ക് പോയി. ഗ്രാമീണ ബാങ്കിന്റെ കൽപ്പറ്റ ബ്രാഞ്ചിൽ പോയപ്പോ അവര് പറഞ്ഞു, ഈ മാസം എല്ലാവരുടെ പൈസയും പിടിക്കുന്നുണ്ട്, നമുക്ക് പിടിക്കാനുള്ള ഓർഡറാണ് ഉള്ളത്, നമുക്ക് പിടിക്കാതിരിക്കാൻ പറ്റില്ല. തിരികെ കിട്ടി ഇപ്പോ അല്ലേ? ഇന്ന് രാവിലെ എനിക്ക് തിരിച്ചു കയറ്റി തന്നു. എപ്പോഴാണ് പൈസ കിട്ടിയത്? മിനിയാന്ന് ഞാൻ പോയിട്ട് 10,000-ൽ 8,000 രൂപ തിരിച്ചെടുത്തു. ഇനി അതും കൂടി പിടിക്കേണ്ടല്ലോ പറഞ്ഞാൽ അത് തിരിച്ചെടുത്തു. ഇന്ന് രാവിലെ എനിക്ക് ആ 2,000 രൂപയും കൂടി ക്രെഡിറ്റ് ആക്കി തന്നു. ശരി റീന. ഗ്രാമീണ ബാങ്ക് പിടിച്ച തുക തിരികെ നൽകിയിട്ടുണ്ട്. 3 പേർക്ക് ആ തുക കിട്ടിയിട്ടുണ്ട്. റെയ്ഹാനത്ത്, റീന, മിനിമോൾ. കൂടുതൽ പേരുണ്ട് എന്ന ഒരു വിവരം ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. സുർജിത്ത് അയ്യപ്പത്ത് നേരത്തെ നമുക്ക് വിവരങ്ങൾ നൽകിയിരുന്നു. കൽപ്പറ്റയിലെ പ്രതിഷേധം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ബാങ്ക് ജീവനക്കാരുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.